എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാഡോ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഡിൽ ഈസ്റ്റിലെ വാർത്തകളാണല്ലോ നമ്മൾ ഈ മണിക്കൂറുകളിൽ ഇവിടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഇസ്രയേലിൻ്റെ ഭീഷണിയെ തുടർന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമേനി അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത്. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ സംരക്ഷണയിൽ അദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം അവിടേക്ക് പോകുന്നതിന് മുമ്പ് 5 ദിവസത്തെ ദേശീയ ദുഃഖാചരണം നസ്രല്ലയുടെ മരണത്തോട് ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ശേഷമാണ് അദ്ദേഹം അജ്ഞാത കേന്ദ്രത്തിലേക്ക് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നസ്രല്ലയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രയേലിനെതിരെ വൻ ഭീഷണിയാണ് ഖൊമേനി പ്രഖ്യാപിച്ചത്. അദ്ദേഹം അവിടെ പറഞ്ഞത് ഇതിന് തക്ക മറുപടി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ ഇസ്രയേൽ അതിന് മറുപടി ഇറാന് കൊടുത്തത്, ഞങ്ങൾക്കെതിരെ വരുന്ന ഏത് ശത്രുവിനെയും ഞങ്ങൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കി കളയുമെന്നാണ് ജനറൽ സ്റ്റാഫ് ഓഫ് ദ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹലേവി പ്രഖ്യാപിച്ചത്. അതുതന്നെയാണ് നെതന്യാഹുവും ഐക്യരാഷ്ട്രസഭയിൽ പ്രഖ്യാപിച്ചത്. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കൾ, ഞങ്ങളെ ദ്രോഹിക്കുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ഞങ്ങൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കി കളയുമെന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശം ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. ഇത് ഇറാനും ഉള്ള ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു. ഖൊമേനിക്കും ഇറാനും ഉള്ള ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു. അതുതന്നെയാണ് ഇറാൻ ഇപ്പോൾ സംശയിക്കുന്നത്. ചിലപ്പോൾ ഇസ്രയേൽ ഖൊമേനിയെ ആക്രമിച്ചു കളയും എന്നുള്ള ഒരു ഭയത്തിൻ്റെ നിഗമനത്തിലാണ്, അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ നിഗമനത്തിലാണ് അദ്ദേഹത്തെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതാണ് നമുക്ക് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്. അതുപോലെ മറ്റൊരു അപ്ഡേറ്റ്, ABC നെറ്റ്വർക്ക് അമേരിക്കൻ ഒഫീഷ്യൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലിമിറ്റഡായിട്ടുള്ള ഒരു കരയാക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുന്നുവെന്നാണ്. ലെബനോനിൽ ഒരു കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്നാണ് ഇപ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്രയേലിൻ്റെ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഓർഡറിനായിട്ട് അവിടെ ലെബനോൻ അതിർത്തികളിൽ വെയിറ്റ് ചെയ്ത് അവിടെ തയ്യാറായി നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഒരു ലിമിറ്റഡ് ആക്രമണം ചിലപ്പോൾ വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും, ലെബനോനിലേക്ക് ഉണ്ടാകുവാനുള്ള സാഹചര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ മണിക്കൂറുകളിലും ലെബനോനിൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന വീടുകളിൽ വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ട് ആയുധങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ മുൻനിര നേതാക്കളൊക്കെയും കൊല്ലപ്പെട്ടുവെങ്കിലും രണ്ടാം നിര നേതാക്കൾ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. അവർക്ക് ഒന്നിച്ച് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഒക്കെ തകരാറായി കിടക്കുന്നത് കൊണ്ട് അവർക്ക് അതൊന്നും ഓർഗനൈസ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിലും അവർ വളരെ സജീവമായിട്ടുണ്ട്. ചിലപ്പോൾ ഈ ആയുധങ്ങളൊക്കെ നശിപ്പിച്ച ശേഷം ഈ കരസേന അവിടേക്ക് ലിമിറ്റഡായിട്ട് ആക്രമണം നടത്തുന്നത് ഈ രണ്ടാം നിര നേതാക്കളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നുള്ളത് തന്നെ ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും അവരെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്കതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു വാർത്ത, ഇസ്രയേലിൻ്റെ ഒരു ഡ്രോണ് ആയുധങ്ങൾ ലെബനോനിൽ കടത്തിക്കൊണ്ടു പോവുകയായിരുന്ന ഒരു വാഹനത്തിന് നേരെ ആക്രമണം നടത്തുകയും അതിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെയും നശിപ്പിക്കുകയുണ്ടായി. അത് നശിപ്പിച്ച ആ ആയുധങ്ങൾ അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് കാണുവാൻ സാധിച്ചത് അത് റഷ്യയുടെ സ്നൈപ്പേഴ്സ് ആയിരുന്നുവെന്നാണ് അവർക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്ചേഴ്സാണ് നശിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ആ സ്നൈപ്പേഴ്സ്. അതിൻ്റെ പേര് ഓർസിസ് T5000M സ്നൈപ്പർ റൈഫിൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് റഷ്യൻ മെയ്ഡാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നതാണ് റഷ്യയും ഇറാനും ടർക്കിയും ഒക്കെ ഒന്നിച്ച് ചേർന്ന് ഒരു സഖ്യത്തിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും തകർച്ചയോടുകൂടി ഒരു നല്ല പാർട്ട്ണറുടെ ആവശ്യമുണ്ട്, ശക്തമായിട്ടുള്ള ഒരു പാർട്ട്ണറുടെ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഇസ്രയേലിനെതിരായിട്ട് ഒരു ആക്രമണമൊക്കെ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഇറാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കുവാനുള്ള സാഹചര്യമുണ്ട്. ഇതിനു മുമ്പ് തന്നെ ചില നാളുകളായിട്ട് തന്നെ ഇറാനുമായിട്ട് നല്ല ബന്ധമാണ് റഷ്യക്കുള്ളത്. ടർക്കിയും അതിനോടൊപ്പം ചേർന്നാണ് ആ 3 രാജ്യങ്ങളും ഒന്നിച്ച് ഒരു അലയൻസായിട്ട് പോകുന്നതാണ് കാണുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഈ ഒരു തകർച്ചയോടുകൂടി തന്നെ കൂടുതൽ റഷ്യയോട് അടുക്കുവാനുള്ള സാഹചര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ രീതിയിലും ഇസ്രയേൽ അങ്ങനെ ഒരു അപകടം മുന്നിൽ കാണുന്നുണ്ട്. അതിനുള്ള പ്രിപ്പറേഷനും ഇസ്രയേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുള്ളത്, ഇറാഖിൽ നിന്നും
അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഒരു UAV അറ്റാക്ക് ഇസ്രയേലിലെ ഏലാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നടത്തിയിരിക്കുകയാണ്. 6 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ ആക്രമണമാണ് UAV വെച്ചിട്ട് ഇവർ ചെയ്യുന്നത്. അത് ഇറാഖിൽ നിന്നുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത് ചിലപ്പോൾ ഇസ്രയേൽ ഈ ഇറാഖിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് കാണുന്നത്. എന്തുതന്നെയായാലും വളരെ പിരിമുറുക്കവും സംഘർഷവും നിറഞ്ഞതായിട്ടുള്ള ഒരു സമയത്തിൽ കൂടിയാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കണ്ടൻറ്റുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പല മാധ്യമങ്ങളിലും വരാത്തതായിട്ടുള്ള വാർത്തകളാണ് ഞാൻ ഇവിടേക്ക് നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും അത് എനിക്ക് കൂടുതൽ വാർത്തകളുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ ഒരു പ്രചോദനമായിരിക്കും. ഇനിയും വീണ്ടും നിങ്ങളോടൊപ്പം പുതിയ വാർത്തകളുമായിട്ട് വരും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നമസ്കാരം.